Hey, it's me Mustu. Welcome to MKM Diaries. ഹൃദയപൂർവ്വം മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണം മൂവിയാണ് ഹൃദയപൂർവ്വം. അറിയാലോ, ലോക എന്ന് പറയുന്ന പടവുമായിട്ട് ക്ലാഷ് വെച്ചെങ്കിലും ലോക ഓണം വിന്നറായിട്ട് ഓണം തൂക്കിപ്പോയി. പക്ഷേ ഹൃദയപൂർവ്വം വളരെ പോസിറ്റീവ് റെസ്പോൺസോടുകൂടി നല്ല തിയേറ്ററിക്കൽ കളക്ഷനോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹൃദയപൂർവ്വം 18 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ എത്ര കളക്ട് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഓക്കെ, ഫസ്റ്റ് കേരള ബോക്സ് ഓഫീസിൽ 18 ദിവസം കൊണ്ട് പടം കളക്ട് ചെയ്തത് 38 കോടിയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ, കേരളത്തിന് പുറത്ത് പടം 18 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 4 കോടി 10 ലക്ഷമാണ്. പിന്നെ ഓവർസീസിൽ പടത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 28 കോടി 90 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് പടം 71 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ വേർഡിക്റ്റ് എന്നുള്ള ലെവലിൽ സൂപ്പർ ഹിറ്റ് മൂവി എന്നുള്ള കാറ്റഗറിയിലേക്ക് തന്നെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ലാലേട്ടന് ഒരു സെറ്റ് ഓഫ് പടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ സർവൈവ് ചെയ്യാതെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയും ഒരുപാട് ക്രിറ്റിസിസം വരികയും ചെയ്ത സമയത്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ള എമ്പുരാൻ, തുടരും, അതേപോലെ തന്നെ ഇപ്പോൾ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന്റെ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം നേടിയിട്ടുണ്ടായിട്ടുള്ളത്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. AR മുരുകദാസ് തമിഴിൽ ഒരു പിടി സക്സസ്ഫുൾ മൂവീസ് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് AR മുരുകദാസ്. മാത്രമല്ല ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം ആക്ടേഴ്സിന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഡയറക്ടറും കൂടാണ് AR മുരുക. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ എടുക്കുകയാണെങ്കിൽ ദീന എന്ന് പറയുന്ന അജിത്ത് മൂവിയിലൂടെയാണ് സിനിമയിലേക്ക് എൻ്റർ ആവുന്നത്. ദീന എന്ന് പറയുന്നത് അജിത്തിന്റെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള പടമാണ്. അതിനുശേഷം രമണ എന്ന് പറയുന്ന പടം വിജയകാന്തിനെ വെച്ച് ചെയ്തു. പിന്നെ ഗജനി സൂര്യന്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള പടമാണ്. പിന്നെ സ്റ്റാലിൻ ചിരഞ്ജീവിന്റെ കരിയറിലെ ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. അതിനുശേഷം ആമിർ ഖാനെ വെച്ച് ഈ ഗജനിന്റെ റീമേക്ക് ചെയ്തു, അതും സക്സസ്ഫുൾ ആയിരുന്നു. സൂര്യനെ വെച്ച് AM അറിവ് ചെയ്തു, അതും സക്സസ്ഫുൾ ആയിരുന്നു. വിജയ്ക്ക് തുപ്പാക്കി, കത്തി ഇങ്ങനെയുള്ള സക്സസ്ഫുൾ പടം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ശിവകാർത്തികേയന് തന്റെ മാൻ കരാട്ടെ എന്ന് പറയുന്ന പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് AR മുരുകദാസ് ആയിരുന്നു. അങ്ങനെയുള്ള AR മുരുകദാസും ശിവകാർത്തികേയനും ഒരുമിച്ചിട്ടുള്ള പടമായിരുന്നു മദ്രാസ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ദർബാർ, അതേപോലെ തന്നെ സ്പൈഡർ, അതിനുശേഷം സിക്കന്ദർ എന്ന് പറഞ്ഞ സൽമാൻ ഖാൻ പടം. ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ അത്ര സക്സസ് ആവാത്തത് കൊണ്ട് തന്നെ AR മുരുകദാസിന്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ മദ്രാസി എന്ന് പറയുന്ന പടത്തിലൂടെ തിരിച്ചു വരും എന്നുള്ളത്. മദ്രാസി 150 കോടി ബഡ്ജറ്റിലായിരുന്നു പടം തയ്യാറായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിലെ പാട്ടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പടം തിയേറ്ററിൽ നമ്മൾ വിചാരിച്ച അത്ര സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് വീക്കിലെ കളക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് പടത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡേ 1 13 കോടി 65 ലക്ഷം രൂപയാണ് പടത്തിന് കളക്ട് ചെയ്തത്. ഓക്കെ, രണ്ടാമത്തെ ദിവസമായപ്പോൾ 12 കോടി 10 ലക്ഷമായിട്ട് മാറി. പിന്നീട് അങ്ങോട്ടേക്ക് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ് അതിന്റെ കളക്ഷൻ ചെയ്തിട്ടുണ്ടായത്. മൂന്നാമത്തെ ദിവസമായപ്പോൾ 11 കോടി 40 ലക്ഷമായി. നാലാമത്തെ ദിവസമായപ്പോൾ 4 കോടി എത്തി. ഓക്കെ, അഞ്ചാമത്തെ ദിവസമായപ്പോൾ 3 കോടി 20 ലക്ഷമായി. ആറാമത്തെ ദിവസമായപ്പോൾ 2 കോടി 50 ലക്ഷമായി. ഏഴാമത്തെ ദിവസമായപ്പോൾ 2 കോടിയിലേക്ക് കളക്ഷൻ എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പടത്തിന്റെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പറയാം പടം മിക്കവാറും 6 കോടിക്കുള്ളിലേ കളക്ട് ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിൽ പടം എങ്ങനെ കളക്ട് ചെയ്തു എന്നുള്ളത് നോക്കാം. കർണാടകയിൽ പടം കളക്ട് ചെയ്തത് 4 കോടി 72 ലക്ഷമാണ്. ആന്ധ്രാപ്രദേശിൽ പടം 5 കോടി 72 ലക്ഷമാണ്. തമിഴ്നാട്ടിൽ മാത്രം പടം കളക്ട് ചെയ്തത് 44 കോടി 20 ലക്ഷമാണ്. കേരളത്തിൽ പടം അപ്രോക്സിമേറ്റ്ലി 2 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യ പടം കളക്ട് ചെയ്തത് 1 കോടി രൂപയാണ്. അങ്ങനെ ടോട്ടൽ പടത്തിന്റെ കളക്ഷൻ 7 ദിവസം കൊണ്ട് പടം കളക്ട് ചെയ്തിട്ടുള്ളത് 57 കോടിയാണ്. ഇപ്പോഴത്തെ ഓവറോൾ കളക്ഷൻ അനുസരിച്ച് 60 കോടി പരമാവധി പടം തിയേറ്ററിൽ കളക്ട് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പടത്തിന്റെ ബഡ്ജറ്റ് 180 കോടിയാണ്. സാറ്റലൈറ്റ്, ഡിജിറ്റൽ ഒക്കെ വിറ്റ് കഴിഞ്ഞാലും ഓവർസീസിലൊക്കെ കൂട്ടി കഴിഞ്ഞാലും പടത്തിന്റെ കളക്ഷൻ 180 മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മിക്കവാറും പടം ഡിസാസ്റ്റർ എന്ന് പറയുന്ന വേർഡിക്റ്റിൽ അവസാനിക്കാനാണ് സാധ്യത. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള പടം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലോക റിലീസായി വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത പടം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് മോഹൻലാലിന്റെ തന്നെ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള നമ്മുടെ തുടരും എന്ന് പറയുന്ന പടമാണ്. അത് കേരള ബോക്സ് ഓഫീസിൽ മാത്രം 118 കോടി 90 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം 2018 എന്ന് പറയുന്ന ടൊവിനോ തോമസ് നായകനായിട്ടുള്ള ജൂഡ് ആന്റണിയുടെ മൂവി 89 കോടി 20 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 3ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. അത് 88 കോടി 50 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 18 ദിവസമായി തിയേറ്ററിൽ വന്നിട്ടുണ്ടായിട്ട്. ഓണം റിലീസായിട്ട് വന്ന പടമാണ്. ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് നിറഞ്ഞ തിയേറ്ററുകളോട് കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കളക്ഷൻ അത് കൂടും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ തുടരും എന്ന് പറയുന്ന പടത്തിന്റെ ആ സക്സസ് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ബീറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ല. പിന്നെ 4ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ തന്നെ എമ്പുരാനാണ്. 86 കോടി 30 ലക്ഷം രൂപ. അപ്പോൾ
ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ ജസ്റ്റ് ഇതിന് താഴെയുള്ള ലിങ്ക് ബട്ടൺ നിൽക്കിയാൽ മതി. പിന്നെ ചാനലിലെ വീഡിയോസ് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കണ്ട് കൂടെ കൂടുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.